ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാൻ കാണുകയാണ്, ഞാൻ വിശ്വസിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്, ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. ഒരു പക്ഷേ ദൈവമേ എങ്ങനെ ഇന്നത്തെ ദിവസം ഞാനൊന്ന് കടന്നുകൂടും എന്ന് ഓർത്തായിരിക്കാം നിങ്ങൾ ഇന്നത്തെ ദിവസം കണ്ണ് തുറന്നു വന്നത്. പക്ഷേ നിങ്ങൾ വലിഞ്ഞ് കടന്നുകൂടുകയല്ല, മറിച്ച് നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കണ്ട് നിങ്ങളിന്ന് സഞ്ചരിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ മുന്നിൽ ദൈവത്തിൻ്റെ തേജസ് നിങ്ങൾ കാണാൻ പോകുകയാണ്. നിങ്ങളുടെ ചുറ്റിലും ദൈവത്തിൻ്റെ ദൂതന്മാരെ നിങ്ങൾ ദർശിക്കാനായിട്ട് പോവുകയാണ്. വിശ്വാസമുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും. ഓക്കെ, ഇത് എന്താ പറയുക, ഒരു സാധാരണ രീതിയിൽ നമുക്കെടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷെ വിശ്വാസത്തിൻ്റെ കണ്ണുകളാലാണ് നമുക്കിതിനെ കാണാനും വിശ്വാസം ഹൃദയത്തിൽ എടുത്തുകൊണ്ടാണ് നമുക്കിതിനെ അനുഭവിക്കാനും സാധിക്കുന്നത്. കർത്താവ് അതിനുവേണ്ടി നിങ്ങളെ എല്ലാവരെയും ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. അതിലേക്ക് കയറാനായിട്ട് കർത്താവ് നിങ്ങൾ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമുക്കൊരു കോ സ്പോൺസറാണ്, പുതുവൈപ്പിൽ നിന്ന് ഒരു വെൽവിഷറാണ്. താങ്ക് യു കർത്താവെ. വെൽവിഷൻ്റെയും സഹോദരങ്ങളുടെയും വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ, ഭവനം ലഭിക്കുവാൻ, മാതാപിതാക്കൾക്ക് ദൈവിക ആരോഗ്യമുണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്വർഗത്തിലെ കർത്താവിൻ്റെ വഴികളും വാതിലുകളും അങ്ങ് തുറന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. പക്ഷേ അതിന് മുന്നമേ എനിക്കൊരു അനൗൺസ്മെൻറ്റ് പറയാനുണ്ട്. ഇന്ന് നമ്മുടെ ഫ്രൈഡേ ആണ്. ഫ്രൈഡേ നമ്മുടെ ഹാർട്ട് ടു ഹാർട്ട് എന്ന് പറയുന്ന അതിശക്തമായിട്ടുള്ളൊരു പ്രോഗ്രാം എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ലൈവായിട്ടുണ്ടായിരിക്കുന്നതാണ്. ആ സമയത്ത് ഒരുമിച്ച് കാണാൻ സാധിച്ചാൽ നേരിട്ട് നിങ്ങൾ കാണണം. അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ വീട്ടിൽ എന്തെങ്കിലും തിരക്കോ ജോലിയുടെ തിരക്കോ എന്തെങ്കിലും ആണെങ്കിൽ അതിന് ശേഷമുള്ള സമയത്ത് കാണാം. എങ്ങനെയാണെങ്കിലും ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹങ്ങൾ കർത്താവ് നിങ്ങളുടെ മേൽ ചൊരിഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. അതുകൊണ്ട് ഇന്നത്തെ ഹാർട്ട് ടു ഹാർട്ട് പ്രോഗ്രാം കാണാനായിട്ട് മറക്കരുത് എന്ന് ഓർപ്പിക്കുകയാണ്. വേഗത്തിൽ സന്ദേശവുമായിട്ട് ബ്രദർ ഡാമിൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. നമുക്ക് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക്. നമ്മുടെ ഫിലിപ്പ് ലേഖന പഠനം തുടരുകയാണ്. എനിക്ക് നമ്മൾ 26 വചനങ്ങളോളം എത്തി. ഇന്നലെ നമ്മൾ വായിച്ചത് എനിക്ക് 21 മുതൽ 26 വരെയാണ്. ആ ഭാഗങ്ങൾ ഒന്നുകൂടി നമുക്കൊന്ന് വായിക്കേണ്ട ആവശ്യമുണ്ട്. മലയാളത്തിൽ ഞാൻ ആദ്യം വായിക്കാം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ല. എന്നാൽ ഞാൻ ജഡത്തിലിരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. ഇങ്ങനെ ഉറച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി തന്നെ ഞാൻ ജീവനോടിരിക്കുമെന്ന് നിങ്ങളോട് എല്ലാവരോടും കൂടി ഇരിക്കുമെന്നും അറിയുന്നു. അങ്ങനെ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുന്നതിനാൽ എന്നെക്കുറിച്ച് നിങ്ങൾക്കുള്ള പ്രശംസ ക്രിസ്തുവേശുവിൽ വർദ്ധിപ്പാനിടയാവും. ഈ ഒരു ഡിലമ ഭയങ്കര, ദി അപ്പോസ്റ്റൽസ് ഡിലമ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പോൾസ് ഡിലമ. എന്ത് തിരഞ്ഞെടുക്കണമെന്നറിയാത്ത ഒരവസ്ഥ നിങ്ങൾക്കങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ, ഒരു ഗുഡ്, ഒരു ബാഡ്, റോങ്, റൈറ്റ് ആൻഡ് റോങ്, ഗുഡ് ഓർ ബാഡ്, ഇത് തമ്മിൽ തിരഞ്ഞെടുക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല. നല്ലതങ്ങ് തിരഞ്ഞെടുത്താൽ മതി. അതല്ല സിറ്റുവേഷൻ. 2 ഗുഡ് തിങ്സ്, രണ്ടും നല്ലതാണ്. അതിൽ നിന്ന് ഏത് തിരഞ്ഞെടുക്കും? നിങ്ങൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ പോയിട്ടുണ്ടോ എന്ന് വെച്ചാൽ 2 നല്ല കാര്യങ്ങൾ മുമ്പിൽ വന്ന് നിൽക്കുക. ഇതിൽ നിന്ന് ഏത് തിരഞ്ഞെടുക്കും എന്ന ഒരു ഡിലമയിൽ വന്നിട്ടുണ്ട്. So today I'm going to talk about how to choose between good and good. നല്ലതും തമ്മിൽ എങ്ങനെ തിരഞ്ഞെടുക്കും, ശരിയും തമ്മിൽ എങ്ങനെ തിരഞ്ഞെടുക്കും? 2 നല്ല കാര്യങ്ങൾ മുമ്പിലിരിക്കുന്നു. എങ്ങനെയാണ് അതിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കുന്നത്?
ഈ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ഈസിയർ ടു ഡൈ ദാൻ ടു ലിവ് ഫോർ പോൾ ആസ് ഹി വാസ് ബീങ് പെർസിക്യൂട്ടഡ് ഓൾവേസ്. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒന്നുകിൽ ശരീരത്തിൽ തുടർന്ന് ജീവിക്കാം, ഇപ്പം മരിക്കണ്ട, അല്ലെങ്കിൽ മരിച്ച് ക്രിസ്തുവിനോടുകൂടി ചേരാം. രണ്ടും നല്ലതാണ്, രണ്ടും നല്ലതാണ്. അപ്പം അദ്ദേഹം രണ്ടും ഇങ്ങനെ വേ ചെയ്യുകയാണ്. ഇതിലേതാണ് നല്ലത്? ശരീരത്തിൽ തുടരുന്നതാണോ അതോ ശരീരം വിട്ട് ക്രിസ്തുവിനോടുകൂടി ചേരുന്നതാണോ നല്ലത്? എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? സഹോദരങ്ങളോട്, സഭകളോട് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പറയണം? എന്നെ ജയിലിൽ നിന്ന് വിടിവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണോ, അല്ലെങ്കിൽ ഈ വഴി തന്നെ വിചാരണയ്ക്ക് ശേഷം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അങ്ങ് തീരണോ? എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? ഇങ്ങനെ അദ്ദേഹം ചിന്തിക്കുന്ന, അദ്ദേഹം തന്നെ അകത്തിട്ട് ചിന്തിക്കുന്ന, കണക്കൂട്ടുന്ന കാര്യമാണ് അദ്ദേഹം ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ മരിക്കുന്നതാണ് എല്ലാം കൊണ്ടും ലാഭം. കാരണം അതിനുശേഷം പീഡനങ്ങളില്ല, ട്രാവൽ ചെയ്യണ്ട, ഒത്തിരി കഷ്ടപ്പെടണ്ട, ഉയർത്തധ്വാനിക്കണ്ട, തല്ലുകൊള്ളണ്ട, കല്ലേറ് കൊള്ളണ്ട, ഈ കോടതി കയറിയുള്ള ജീവിതമൊന്നും വേണ്ട, അതവിടെ എല്ലാം തീർന്നു. അതാണ് കുറച്ചുകൂടി നല്ലത്. എന്നാൽ ജീവിച്ചിരിക്കുവാണെങ്കിൽ കഷ്ടപ്പാടുകൾ വീണ്ടും തുടരുകയാണ്. ഓരോ പ്രാവശ്യം തല്ലുകൊണ്ടതിൻ്റെ, നടുവൊടിഞ്ഞതിൻ്റെ, ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പൊട്ടൽ കാണും, തല്ലിച്ചതച്ചതിൻ്റെയൊക്കെ വേദന കാണും. ഒരുപക്ഷെ എല്ലാ ദിവസവും ബാക്ക് പെയിൻ ആയിരിക്കും, കുനിയാൻ പറ്റുന്നില്ല, നിവരാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള വലിയ വേദനയും പ്രയാസവും തൻ്റെ ശരീരത്തിലുണ്ട്. ഒരു സമയത്ത് അദ്ദേഹം പറഞ്ഞു, എല്ലാ ദിവസവും ഞങ്ങൾ മരിക്കുകയായിരുന്നു. ഐ ഡൈ ഡെയിലി. അപ്പോൾ ടു അബൈഡ് ഇൻ ദ ഫ്ലഷ് ഈസ് മോർ നീഡ്ഫുൾ ഫോർ ദ ചർച്ച് ദാൻ ടു ഡൈ. എന്നാൽ സഭയെ നോക്കുവാണെങ്കിൽ, ഫിലിപ്പ് സഭയെ നിങ്ങളെ ഓർത്താൽ എനിക്ക് ജീവിച്ചിരിക്കാനാണ് താല്പര്യം. കാരണം എനിക്ക് നിങ്ങളെ കുറച്ചുകൂടി ശുശ്രൂഷിക്കാം. ദിസ് എക്സ്പ്ലെയിൻസ് വാട്ട് ഡിപ്പാർച്ചർ ഫ്രം ദ ബോഡി മീൻസ്. That at death, body dies and the inner man leaves the body to go to heaven if one is a believer, or to a place of torment if one is unsaved. ഇപ്പം വിട്ടുപിരിയുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം, ഇന്നർ മാൻ, അകത്തെ മനുഷ്യൻ, ആത്മാവ് പുറത്തേക്ക് വരികയും രക്ഷിക്കപ്പെട്ട ആളാണെങ്കിൽ നേരെ കർത്താവിൻ്റെ അടുക്കിലേക്കും, രക്ഷിക്കപ്പെടാത്തവരെല്ലാം പ്ലേസ് ഓഫ് ടോർമെൻറ്റ്, പീഡന സ്ഥലത്തേക്കും ആണ് പോകുന്നത്. ദ ബോഡി വിതൗട്ട് ദ സ്പിരിറ്റ് ഈസ് ഡെഡ്. യാക്കോബ് 2:26 അത് പറയുന്നുണ്ട്. ആത്മാവില്ലാത്ത ശരീരം നിർജീവമത്രേ, മരിച്ചതത്രേ. ടു ഡിപ്പാർട്ട് ഈസ് ടു ബി വിത്ത് ക്രൈസ്റ്റ് ആൻഡ് ടു ബി ഇൻ ഹെവൻ വിത്ത് ദ സ്പിരിറ്റ്സ് ഓഫ് ജസ്റ്റ് മെൻ മെയ്ഡ് പെർഫെക്റ്റ്. അപ്പോൾ ഈ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? സ്പിരിറ്റ് നേരെ ശരീരത്തിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്തിട്ട് കർത്താവിനോടുകൂടെ, ക്രിസ്തുവിനോടുകൂടെ, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് മാറുന്നതിനെയാണ് ഈ പേര് പറയുന്നത്. അതിന് വീണ്ടും വചനങ്ങളുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, ഞാൻ തന്നെ ഇത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ സ്മിത്ത് വിഗിൾസ്വർത്ത് ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം വിശ്വാസത്തിൻ്റെ ഭയങ്കര കട്ടുപിടുത്തക്കാരനൊക്കെ ആയിരുന്നല്ലോ. ഒന്നിനും കൂസാത്തൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ തൻ്റെ ഭാര്യ പലവട്ടം മരിച്ചു. ഓരോ പ്രാവശ്യം മരിക്കുമ്പോൾ ചിലപ്പോൾ ഡെഡ് ബോഡിയൊക്കെ എടുത്ത് മതിലിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് ലെറ്റ് ദ സ്പിരിറ്റ് കം ബാക്ക് എന്ന് കമാൻഡ് ചെയ്ത് അവളെ ജീവിപ്പിച്ച് നടന്നോളാൻ പറയും. അങ്ങനെ പല പ്രാവശ്യം ചെയ്തു. ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ താൻ തിരിച്ചു വന്നപ്പോഴേക്കും മരിച്ചു കിടക്കുവാണ്. പറഞ്ഞു, റൈറ്റ് നൗ ലെറ്റ് ഹെർ സ്പിരിറ്റ് കം ബാക്ക്. അങ്ങനെ സ്പിരിറ്റ് വന്നു. അപ്പോൾ ഈ ഭാര്യ, പോളി എന്നാണ് പേര്, ഭാര്യ പറഞ്ഞു, ദയവായി എന്നെ തിരിച്ചു വിളിക്കരുത്. ഇവിടത്തെക്കാളൊക്കെ എത്രയോ ഭയങ്കര സന്തോഷവും സമാധാനമാണ് അവിടെ. പ്ലീസ് ലീവ് മീ അലോൺ, ലെറ്റ് മീ ഗോ. ഓക്കെ ഗോ. അങ്ങനെ അവൾ അനുവദിച്ചു, പിന്നെ തിരിച്ചു വിളിച്ചില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശരീരത്തിലിരിക്കുമ്പോഴേ ക്ലേശങ്ങളും പ്രശ്നങ്ങളും ഈ ഭൂമിയിലുള്ള, കർത്താവ് എന്ന് പറഞ്ഞ ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ഈ കഷ്ടങ്ങളുള്ളൂ. എന്നാൽ ഇത് കഴിഞ്ഞ ഉടൻ തന്നെ ഒരിക്കലും ഒരു ദുഃഖവും കണ്ണുനീരും ഇല്ലാത്തൊരു അനുഭവത്തിലേക്ക് കർത്താവ് നമ്മളെ മാറ്റുകയാണ്. അപ്പോൾ ഇനി ഞാൻ വിശദീകരിക്കാൻ പോകുന്നത് ഹൗ ടു ചൂസ് ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഗുഡ്. നല്ലതും തമ്മിൽ എങ്ങനെ തിരഞ്ഞെടുക്കാം, അതിലേത് തിരഞ്ഞെടുക്കാം, അതിനെക്കുറിച്ചാണ്. ഇതിൻ്റെ ബേസ് അറിയാമല്ലോ. ഫിലിപ്പ് ലേഖനം 1:21 മുതൽ 26 വരെ ഉള്ള വചനങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ്
നമ്മളിത് പഠിക്കാൻ പോകുന്നത്. അതിൽ ചില കാര്യങ്ങൾ കുറിച്ച് വയ്ക്കണം. ഇത് നാളുകളിൽ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രയോജനപ്പെടാൻ സാധ്യതയുണ്ട്. നമ്പർ 1, എങ്ങനെയാണ് നല്ലതും തമ്മിൽ, അല്ലെങ്കിൽ ശരിയും തമ്മിൽ തിരഞ്ഞെടുക്കുന്നത്. നമ്പർ 1, acknowledge the tension between 2 options. ഈ 2 തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതിന് ഇടയിലുള്ള ടെൻഷൻ നന്നായി നമ്മൾ മനസ്സിലാക്കുക. പൗലോസ് ഇവിടെ പറയുന്നത്, ഐ ആം ടോൺ ബിറ്റ്വീൻ ദ 2. ഇതിൻ്റെ 2നും ഇടയിൽ ഞാൻ കീറി പറഞ്ഞു പോകുന്നതാണ് എൻ്റെ ലിറ്ററൽ ട്രാൻസ്ലേഷൻ. അല്ലെങ്കിൽ വലഞ്ഞു പോകുന്നു. എന്ത് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ ഹൃദയം പിളരുകയാണ്. ഐ ആം ടോൺ ബിറ്റ്വീൻ ദ 2. ഇതിൻ്റെ 2നും ഇടയിൽ ഞാൻ കീറിപ്പോകുന്നു. കാരണം ഒരു ഭാഗത്ത് ടു ബി വിത്ത് ക്രൈസ്റ്റ്, ഇത്രയും നാൾ പ്രത്യാശ വെച്ച ആ യേശുവിന് വേണ്ടി വർക്ക് ചെയ്ത യേശുവിനെ നേരിട്ട് ശരിയായ രീതിയിൽ പണ്ടൊരു പ്രാവശ്യം ഒന്ന് നട്ടുച്ചയ്ക്ക് കണ്ടു, എന്നാൽ നിത്യമായി അവനൊന്ന് കാണാൻ, ദി അൾട്ടിമേറ്റ് റിവാർഡ് ഓഫ് ദ ബിലീവർ. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രതിഫലം അവിടെ ചെന്ന് കിരീടം വയ്ക്കുന്നതോ മുത്തു കിട്ടുന്നതോ മോതിരം കിട്ടുന്നതൊന്നുമല്ല. അവനോടുകൂടെ എല്ലായ്പ്പോഴും ആയിരിക്കുക, അവൻ്റെ സാന്നിധ്യത്തിലായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ. മറുവശം, ഓൺ ദി അതർ ഹാൻഡ്, ടു റിമെയിൻ ആൻഡ് സെർവ്. ശരീരത്തിൽ തന്നെ തുടരുക, ഇപ്പോൾ മരിക്കണ്ട, പക്ഷേ ശുശ്രൂഷ ചെയ്യണം. എന്ത് ശുശ്രൂഷ? ബിൽഡിംഗ് ദി ചർച്ച്, എൻകറേജിങ് ദി സെയിൻസ്, റൈസിംഗ് അപ്പ് ലീഡേഴ്സ്, ഇങ്ങനെയുള്ള ഒത്തിരി ശുശ്രൂഷകൾ. അടുത്തൊരു മിഷണറി ജേണി ചെയ്യാം. ഇതാണ് 2 ഓപ്ഷൻസ് തൻ്റെ മുമ്പിൽ കിടക്കുന്നത്. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി. ഒരു ഹാർട്ട് സർജൻ ഉണ്ടെന്നിരിക്കട്ടെ, വളരെ വിദഗ്ധനായ ഒരു ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുന്ന വളരെ പേരെടുത്ത ഒരു ഡോക്ടർ. അനേകരുടെ ഹൃദയം മാറ്റിവെക്കുകയോ ഹൃദയത്തിൻ്റെ റിപ്പയറോ ഇതൊക്കെ ഓപ്പൺ ഹാർട്ട് സർജറി ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഹാർട്ട് സർജൻ, കാർഡിയാക് സർജൻ ഉണ്ടെന്നിരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഒരു ഓഫർ വരികയാണ്. ഓഫർ ഇത്രയേ ഉള്ളൂ, മാറി ഒരു വില്ലേജിൽ അദ്ദേഹത്തിന് ഒരു റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് പോകാം. കാരണം ഇത്രയും നാൾ സെർവ് ചെയ്തു, ആയിരക്കണക്കിന് പേരുടെ ഹാർട്ടിൻ്റെ സർജറി ചെയ്ത മനുഷ്യൻ. ഇനിയൊരു വിശ്രമ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പോകാം, പക്ഷേ നിങ്ങൾക്ക് സാലറിയോ കാര്യങ്ങളോ ആനുകൂല്യങ്ങളൊക്കെ അതുപോലെ തന്നെ തന്നേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സർവീസിൽ തുടരാം, പ്രാക്ടീസ് തുടരാം, ഹാർട്ട് സർജനായിട്ട് വീണ്ടും തുടരാം. ഈ ഓപ്ഷൻ വന്നാൽ ആ ഡോക്ടർ വേണമെങ്കിൽ ചിന്തിക്കാം, ഇപ്പം എനിക്ക് 70 വയസ്സായി, സാധാരണ 58, 60 എല്ലാവരും റിട്ടയർ ചെയ്യും. ഇനി എപ്പോഴാണ് എനിക്കൊന്ന് വിശ്രമിക്കാൻ പറ്റുന്നത്? രാത്രിയും പകലും ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്ത് ഞാനിങ്ങനെ എൻ്റെ ഹെൽത്ത് തന്നെ നോക്കാതെ ഞാൻ ചെയ്തത്. ഇനി ഒരു വിശ്രമ ജീവിതത്തിലേക്ക് പോയാലും സാലറി അതുപോലെ തന്നെ കിട്ടും. സോ അതല്ലേ നല്ലത്? പിന്നെ റീതിങ്ക്, നോ, ആ സാലറി കിട്ടി ഞാൻ അവിടെ പോയി വിശ്രമ ജീവിതം നയിക്കുമ്പോൾ എത്രയോ പേര് ഹാർട്ട് പ്രോബ്ലവുമായിട്ട് ഹൃദയമാറ്റ ശസ്ത്രയ്ക്ക് വേണ്ടി കുറേ പേര് വന്നാൽ അവരെ രക്ഷിക്കണ്ടേ, അവരുടെ ജീവൻ രക്ഷിക്കണ്ടേ? അതെൻ്റെ ജോലിയല്ലേ? നോ, ഐ ഡോണ്ട് വോണ്ട് ദി ഓഫർ. ഇതാണ് പൗലോസ് ഇവിടെ ചെയ്യുന്നത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ പെട്ടെന്ന് റിട്ടയർമെൻറ്റിലേക്ക്, എന്ന് വെച്ചാൽ മരിച്ച് ക്രിസ്തുവിനോടുകൂടി ചേർക്കപ്പെട്ട് അങ്ങനെ അങ്ങ് പോകാം. പക്ഷെ അദ്ദേഹം ഇവിടെ, അത് അദ്ദേഹത്തിന് ലാഭമാണ് ഇനിയൊരു വിശ്രമ ജീവിതം. എന്നാൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർക്ക് അത് ലാഭമല്ല. ആ ഡോക്ടർ വിരമിച്ചാൽ ഒത്തിരി ഇനി വരുന്ന രോഗികൾക്കതൊരു വലിയ കനത്ത നഷ്ടമാണ്. കാരണം ആ കാലിബറിലുള്ള ഒരു ഡോക്ടറെ കിട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നും അതിലോട്ട് വളരില്ലല്ലോ. അടുത്ത നമ്പർ 2, ഇവാലുവേറ്റ് ത്രൂ ദ ലെൻസ് ഓഫ് ക്രൈസ്റ്റ് ഗ്ലോറി. അടുത്തത്, നമ്മൾ എന്തെങ്കിലും 2 നല്ലത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് 2 ഓഫർ ഉടൻ തന്നെ ഒരു ലെൻസിലൂടെ വേണം നോക്കാൻ. അതെന്താണത്? ക്രൈസ്റ്റ് ഗ്ലോറി. കർത്താവിൻ്റെ മഹത്വത്തിന് കൂടുതൽ നല്ലത് ഏതാണ്? ചിന്തിക്കണം. അപ്പോൾ പൗലോസ് ഇവിടെ അതാണ് കൺസിഡർ ചെയ്യുന്നത്. ഏതാണ് കർത്താവിൻ്റെ നാമമഹത്വത്തിന് കൂടുതൽ നല്ലത്? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ചേർന്നാൽ അത് പൗലോസിന്
ഒരു വിശ്രമ ജീവിതത്തിലേക്കും തൻ്റെ പ്രതിഫലത്തിലേക്കൊക്കെ പ്രവേശിക്കുകയാണ്. പിന്നെ ഒന്നും അറിയണ്ട ഇവിടെ നടക്കുന്നത്. കണ്ണീരില്ല, പീഡനങ്ങളില്ല, അടിയില്ല, ഒന്നുമില്ല. തനിക്ക് പേഴ്സണൽ ഗെയിൻ ആണ്. എങ്കിലും ആ ഒരു കംഫർട്ടിലേക്ക് പോകണോ, ലേബർ തുടരണോ, കഠിനാധ്വാനം തുടരണോ? ഇതാണല്ലോ അദ്ദേഹത്തിന്. അപ്പം അദ്ദേഹം ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരിക്കും: വിച്ച് ചോയ്സ് ബെസ്റ്റ് ഗ്ലോറിഫൈസ് ക്രൈസ്റ്റ്? ഇതിലേതാണ് കൂടുതൽ കർത്താവിന് മഹത്വം കൊണ്ടുവരുന്നത്? ഉദാഹരണത്തിന് പൗലോസ് ശരീരം വിട്ട് മരിച്ച് കർത്താവിനോടുകൂടി ചേർക്കപ്പെട്ടാൽ കർത്താവിൻ്റെ നാമം കൂടുതൽ മഹത്വപ്പെടുമോ? അല്ലെങ്കിൽ ഇവിടെ തുടർന്നാൽ കൂടുതൽ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമോ? മറ്റേത് എന്ന് വേണേലും മരിക്കും. ഒരിക്കൽ മരണമുണ്ട്. എങ്ങനെ വന്നാലും അവൻ്റെ അടുക്കിലേക്ക് പോകാം. എന്നാൽ കൂടുതൽ മഹത്വം കർത്താവിന് കിട്ടാൻ പോകുന്നത് കൂടുതൽ ആത്മാക്കൾ രക്ഷിക്കപ്പെടുക, കൂടുതൽ സഭകൾ സ്ഥാപിക്കുക, ശുശ്രൂഷ കുറെ കൂടി മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ്. പക്ഷെ അത് തനിക്ക് പേഴ്സണലി അത് ഭയങ്കരമായ അധ്വാനവും പ്രശ്നങ്ങളുമാണ്. ഇൻ അതർ വേർഡ്സ്, ഇങ്ങനെ നല്ലതും തമ്മിൽ തിരഞ്ഞെടുക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം: വാട്ട് വിൽ ബെയർ ദ മോസ്റ്റ് ഫ്രൂട്ട് ഫോർ ക്രൈസ്റ്റ്? ക്രിസ്തുവിന് വേണ്ടി കൂടുതൽ ഫലം എന്തിൽ നിന്നാണ് വരാൻ പോകുന്നത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ശുശ്രൂഷകളാകട്ടെ, പ്രൊഫഷനാകട്ടെ, ഓപ്പർച്യൂണിറ്റീസ് ആകട്ടെ, ബിസിനസ് ഐഡിയാസ് ആകട്ടെ, ലൈഫിലെ ഡയറക്ഷൻസ് ആകട്ടെ, ഒരു ജീവിത പങ്കാളി തിരഞ്ഞെടുക്കുന്ന വിവാഹമാകട്ടെ, ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങളാകട്ടെ, വാട്ട് ഷുഡ് ബി ദ ഡിസൈഡിങ് ഫാക്ടർ? കർത്താവിന് കൂടുതൽ ലാഭമേ ഏതാണ്? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നതാണ് ലാഭം. എന്നെ സംബന്ധിച്ചുള്ള മരിക്കുന്നതാണ് ലാഭം. എന്നാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജീവിക്കുന്നതാണ് ലാഭം. അപ്പോൾ 2 പ്രൊഫഷൻ വരുന്നു, 2 ഓഫറുകൾ വരുന്നു. അതിലേത് തിരഞ്ഞെടുക്കും എന്നുള്ള സാഹചര്യം വരുമ്പോൾ ഇങ്ങനെ നമ്മൾ ചിന്തിക്കണം: ഇതിലേതാണ് കർത്താവിന് ലാഭം, ഇതിലേതാണ് കർത്താവിന് മഹത്വം? ഇനി കൺസിഡർ വാട്ട്സ് മോർ നെസസറി ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് കൂടുതൽ നല്ലത് ഏതാണ്? അതാണ് അടുത്തത്. മറ്റുള്ളവർക്ക് കൂടുതൽ നല്ലത് ഏതാണ്? ഇറ്റ് ഈസ് മോർ നെസസറി ഫോർ യു ദാറ്റ് ഐ മേ റിമെയിൻ. ഞാൻ ഈ ശരീരത്തിൽ ശേഷിച്ചിരിക്കുന്നത് നിങ്ങൾ നിമിത്തം നല്ലതാണ്, നിങ്ങൾക്ക് നല്ലതാണ്. സോ ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ്ലെസ് ഡിസിഷൻ മേക്കിംഗ്. സ്വാർത്ഥതയില്ലാതെ തീരുമാനങ്ങൾ എടുക്കുവാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അദ്ദേഹം തന്നെ പറഞ്ഞു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കുന്നത് അത്യുത്തമമല്ലോ, ബെറ്റർ ബൈ ഫാർ. പക്ഷെ അത് അദ്ദേഹം അവസാനം തിരഞ്ഞെടുക്കുന്നില്ല. കാരണം തനിക്ക് ലാഭമാണ് എല്ലാം കൊണ്ടും. പക്ഷെ ക്രിസ്തുവിനും മറ്റുള്ളവർക്കും അത് ലാഭകരമല്ല. ഇത്രയും ദൈവം പണിതെടുത്ത, എങ്ങനെ അതിനെ പറയേണ്ടത്, ഒരു മാസ്റ്റർ ബിൽഡറായ, ഒരു പ്രധാന ശില്പിയായ, മുഖ്യ ശില്പിയായ, ഒരു ആർക്കിടെക്റ്റായ, മാസ്റ്റർ മൈൻഡുള്ള, സഭകളെ പണിയാൻ കഴിവുള്ള ഒരു ദൈവദാസൻ പെട്ടെന്ന് മരിക്കുന്നത് ഒരിക്കലും സഭയ്ക്കും കർത്താവിനും നല്ലതല്ല, ലാഭകരമല്ല. ഞാൻ ചില അമ്മമാരെ കണ്ടിട്ടുണ്ട്. അവർ ഒത്തിരി ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെയുള്ള ചില സ്ത്രീകൾക്ക്, ചില അമ്മമാർക്ക് നല്ല ഒരു ജോലിയുടെ ഓഫർ വരികയാണ്. ഓഫർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. പക്ഷെ ആ സമയത്ത് അമ്മ തീരുമാനിക്കുക, നോ, കുഞ്ഞുങ്ങൾ ചെറുതാ. ഈ സമയത്ത് ഈ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഡ്രീം ജോബാണ് വന്നിരിക്കുന്നത്. എങ്കിലും അതവിടെ നിൽക്കട്ടെ, എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി ഞാനതവിടെ മാറ്റിവെക്കുകയാണ്. ദിസ് ഈസ് എ ചോയ്സ് ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഗുഡ്. 2 നല്ല കാര്യങ്ങളുടെ ഇടയിലുള്ള തിരഞ്ഞെടുപ്പാണ്. അതിലേത് തിരഞ്ഞെടുപ്പ്? അവൾക്ക് പേഴ്സണൽ ഗെയിനായിട്ട് അതിന് പോവുകയാണെങ്കിൽ കയറി ഈ പിള്ളേരെ വളർത്താൻ വേണ്ടി ഇത്ര വർഷം കഴിഞ്ഞ് തിരിച്ച് ഫീൽഡിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇനി ഈ ഗ്യാപ്പ് എന്തുകൊണ്ട് വന്നു, അടുത്ത ഇൻ്റർവ്യൂ പാനലിൽ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ, പിന്നെ കരിയറിൽ പിടിച്ചു വരുമ്പോൾ ഒപ്പം ഉണ്ടായിരുന്നവരൊക്കെ എവിടെ എത്തിക്കാണും? ആ ലാഡറിൽ എവിടെ എത്തിക്കാണും? നോ, സ്റ്റിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്നെ ആവശ്യമാണ്, അമ്മയെ ആവശ്യമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ജോലിയിൽ പ്രവേശിക്കുന്നില്ല. അതൊരു ഭയങ്കര സംഭവമല്ലേ? സോ ദിസ് ഈസ് ദ ലീഡർഷിപ്പ് പ്രിൻസിപ്പിൾ. ഇൻ മിനിസ്ട്രി ദ മച്യൂർ ഓഫ്റ്റൻ ഗിവ് അപ്പ് what they prefer for what others require. പക്വതയുണ്ടെങ്കിൽ നമുക്ക് തീരുമാനിക്കാൻ കഴിയും, എനിക്ക് ലാഭമുള്ളതല്ല,
മറ്റുള്ളവർക്ക് ലാഭമുള്ളത്, മറ്റുള്ളവർക്ക് ആവശ്യമുള്ളതാണ് ഞാൻ തീരുമാനിക്കേണ്ടത്, ഞാൻ ഏറ്റെടുക്കേണ്ടത്. അടുത്ത നമ്പർ 4, ലിസൺ ടു ദ സ്പിരിറ്റ്സ് കൺവിക്ഷൻ. ആത്മാവിൻ്റെ ഒരു കൺവിക്ഷൻ നമുക്ക് ആവശ്യമാണ്. വേഴ്സ് നമ്പർ 5 25 അത് പറയുന്നുണ്ട്. കൺവിൻസ്ഡ് ഓഫ് ദിസ് ഐ നോ ദാറ്റ് ഐ വിൽ റിമെയിൻ. എനിക്കൊരു ബോധ്യമുണ്ട്. എന്താണ് ബോധ്യം? ഞാൻ ഇവിടെ തന്നെ തുടരും. അത് പരിശുദ്ധാത്മാവിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചൊരു ബോധ്യമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ദർ ഇസ് എ ക്വയറ്റ് ഇൻറ്റേർണൽ പീസ് ദാറ്റ് കംസ് ഫ്രം അലൈനിങ് വിത്ത് ഗോഡ്സ് പ്രസൻറ്റ് അസൈൻമെൻറ്റ്. അങ്ങനെ വരുമ്പോൾ പെട്ടെന്നൊരു വലിയ സമാധാനം. അതായത് രണ്ടും നല്ല കാര്യങ്ങൾക്കിടയിൽ അതിലത്തെ നല്ലത്, ഗുണകരമായത്, മറ്റുള്ളവർക്ക് ഗുണകരമായ തിരഞ്ഞെടുക്കുമ്പോൾ അകത്തൊരു ഭയങ്കര സമാധാനം വരും. And that is a selfless, sacrificial decision for others. Number 5, choose for the progress and joy of others. എപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷത്തിനും മറ്റുള്ളവരുടെ അഭിവൃദ്ധിക്കും വേണം തിരഞ്ഞെടുക്കാൻ. അവിടെ പറയുന്നത് ഫോർ യുവർ പ്രോഗ്രസ് ആൻഡ് ജോയ് ഇൻ ദ ഫെയ്ത്ത്. വിശ്വാസത്തിൽ നിങ്ങളുടെ സന്തോഷത്തിനും നിങ്ങളുടെ അഭിവൃദ്ധിക്കുമായി, നിങ്ങളുടെ പുരോഗതിക്കുമായിട്ട് ഞാൻ അങ്ങനെ തീരുമാനിക്കുന്നു. അപ്പം നമ്മളോട് തന്നെ ചോദിക്കേണ്ട കുറേയധികം ചോദ്യമാണ്. അതുപോലെ മറ്റൊരു സിനറിയോ ഞാൻ പറയാം. ഭയങ്കര ഗിഫ്റ്റഡ് ആയിട്ടുള്ളൊരു ക്രിസ്ത്യൻ ടീച്ചർ, വിശ്വാസിയായിട്ടുള്ള ഒരു ടീച്ചർ, ഭയങ്കര ഗിഫ്റ്റഡാണ്. അവൾക്കൊരു ഓഫർ വരിക, വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു അക്കാഡമിക് പോസ്റ്റിൽ, ചിലപ്പോൾ ഒരു പ്രൊഫസറായിട്ടോ ഭയങ്കര ഒരു ജോലി കിട്ടുകയാണ്. പക്ഷെ ആ ടീച്ചിങ് ഗിഫ്റ്റുള്ള അവൾ തീരുമാനിക്കുക, അത് പോയാൽ മാസം ഇത്ര രൂപ സാലറി കിട്ടും എന്ന് വെച്ചാൽ ഹൈലി പെയ്ഡ്, പ്രസ്റ്റീജിയസ്. പക്ഷെ അവൾ തീരുമാനോ, എൻ്റെ ടീച്ചിങ് ഗിഫ്റ്റ് ഞാൻ ദൈവത്തിന് വേണ്ടി ചിലവഴിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വചനം പഠിപ്പിക്കാൻ വേണ്ടി വചനം പഠിപ്പിക്കുന്നൊരു ടീച്ചറായിട്ട് അങ്ങ് തിരഞ്ഞെടുക്കുകയാണ്. അതാണ് പൗലോസ് ചെയ്തത്. ഇത് ഈ കാലത്ത് ആര് ചെയ്യും? ഈ കാലത്ത് ആരിത് ചെയ്യും? ഇപ്പം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പ്രൊഫഷണൽ ലാഡർ കയറി പോകാനുള്ള പലതും എനിക്കുണ്ടായിരുന്നു മുമ്പിൽ. എന്നാൽ എൻ്റെ ഡ്രീമായിരുന്നു കർത്താവിൻ്റെ വേല ചെയ്യണം, എങ്ങനെയും കർത്താവിന് വേണ്ടി ഇറങ്ങണം. ആ രീതിയിൽ പോയിരുന്നെങ്കിൽ അങ്ങനെ പോയി ഏതെങ്കിലും ഒരു ലാഡിൽ കയറി റിട്ടയർ ചെയ്യാമായിരുന്നു. എന്നാൽ റിട്ടയർ ചെയ്യാനുള്ള പ്രായമാകുമ്പോൾ ഞാൻ തുടങ്ങിയാണ് ഇവിടെ വീണ്ടും. സോ ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ്. ഞാനതിൻ്റെ രത്നച്ചുരുക്കം പറയാം. സോ വെൻ ചൂസിങ് ബിറ്റ്വീൻ 2 ഗുഡ് പാത്സ്, ഗുഡ് തിങ്സ്, 2 നല്ല കാര്യങ്ങൾക്കിടയിൽ ഏതാണെന്ന് തിരഞ്ഞെടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്പർ 1, ഡോണ്ട് ജസ്റ്റ് വെയ് ബെനഫിറ്റ്സ്, വെയ് കിങ്ഡം ഇമ്പാക്റ്റ്. നമുക്കുള്ള പ്രയോജനങ്ങൾ എന്താണ്, ലാഭം എന്ത്, നേട്ടം എന്താണ്, അതിന് പകരം ദൈവരാജ്യത്തിന് എന്താണ് നേട്ടം എന്നുള്ളത് നമ്മൾ നോക്കണം. നമ്പർ 2, ഡോണ്ട് ജസ്റ്റ് ആസ്ക് വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ മീ, ആസ്ക് വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ ദം. എനിക്ക് ഏറ്റവും നല്ല ഏതെന്നല്ല, അവർക്ക് ഏറ്റവും നല്ല ഏതാണ്. ലെറ്റ് ക്രൈസ്റ്റ് ബി ദ സെൻറ്റർ, ഫ്രൂട്ട്ഫുൾനെസ് ബി ദ മെഷർ ആൻഡ് ലവ് ബി ദ ഗൈഡ്. അതുപോലെ ക്രിസ്തു ആയിരിക്കണം നമ്മുടെ കേന്ദ്രം. മാത്രമല്ല ഫ്രൂട്ട്ഫുൾനെസ് ബി ദ മെഷർ, നമ്മൾ അളക്കുന്നത് എത്ര ഫലമുണ്ട് എന്നതായിരിക്കണം. കൂടാതെ ലെറ്റ് ലവ് ബി ദ ഗൈഡ്, സ്നേഹമായിരിക്കണം പ്രേരക ശക്തി നമ്മളെ നയിക്കേണ്ടത്, ഇതിനു വേണ്ടി നയിക്കേണ്ടത്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് 2 ഗുഡ് തിങ്സ് ആർ യു ട്രൈങ് ടു ചൂസ് ബിറ്റ്വീൻ റൈറ്റ് നൗ? ഇപ്പോൾ ഏതെങ്കിലും ഇതുപോലെ എന്തെങ്കിലും നിങ്ങളുടെ മുമ്പിലുണ്ടോ? നല്ല 2 വന്ന് നിൽക്കുക, അതിലെങ്ങനെ തീരുമാനമെടുക്കും? വിച്ച് വൺ പ്രൊഡ്യൂസസ് ഗ്രേറ്റർ ഇറ്റേണൽ ഫ്രൂട്ട്? തീരുമാനിക്കേണ്ടത് ഏറ്റവും ലാഭകരമായിട്ട് ഇതിലേതാണ് അവസാനം ഭവിക്കുക. വിച്ച് വൺ സെർവ്സ് അതേഴ്സ് മോർ ഡീപ്ലി? മറ്റുള്ളവർക്ക് ഇതിലേതാണ് കൂടുതൽ അവരെ സെർവ് ചെയ്യാൻ കാരണമായി മാറുന്നത്? വാട്ട് ഈസ് ദ ഹോളി സ്പിരിറ്റ് ഇംപ്രസിങ് ഓൺ മൈ ഹാർട്ട്? എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് എന്താണ് ഉള്ളിൽ തരുന്ന ബോധ്യം? ഇതൊക്കെ വേണം നമ്മൾ ചിന്തിക്കാൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്ത ഈ വചനഭാഗത്ത് നിന്ന് എത്ര പേർക്ക് പ്രയോജനകരമായ വല്ലതും കിട്ടി? എനിക്കൊന്നറിയാൻ ആഗ്രഹമുണ്ട്. ദയവായി നിങ്ങൾ എനിക്ക് എഴുതണം, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിട്ടാലും മതി. അപ്പോൾ ആ രീതിയിൽ തീരുമാനങ്ങളെടുത്ത് മുന്നിലേക്ക് പോവുക. കർത്താവ് എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, നന്മയും തമ്മിൽ തിരഞ്ഞെടുക്കാൻ, നല്ലതും തമ്മിൽ തിരഞ്ഞെടുക്കാൻ ഒക്കെ ഞങ്ങളെ സഹായിക്കണമേ. അതിനുള്ള വിവേചനം
ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവുള്ള ബോധ്യവും സെൽഫ്ലെസ് ആയിട്ടുള്ള, സാക്രിഫിഷ്യൽ ആയിട്ടുള്ള, മറ്റുള്ളവർക്ക് പ്രയോജനകരവുമായ തീരുമാനങ്ങൾ എടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ, അങ്ങയുടെ നാമത്തിൽ, അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ കർത്താവ് ജനങ്ങൾ അനുഗ്രഹിക്കുന്ന രോഗികൾ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ഈ ഷോൾഡർ പെയിൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കിഡ്നികളിലെ പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ലങ്സ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വയറിനകത്തുള്ള വിവിധ രീതിയിലുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. പുകവലി ശീലം പോലെ അഡിക്ഷൻസ് മാറേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ നടക്കുന്നതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു.